റയൽ മാഡ്രിഡ് ഫാൻസിനെ ഒന്ന് ട്രോളിക്കൊണ്ട് വീഡിയോ ചെയ്യണം എന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര മാത്രമാണ് അവർ കടന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അത് അങ്ങനെ പറയുന്നത് റയൽ മാഡ്രിഡ് ഫാൻസ് എന്നല്ല, സം ഫാൻസ് എന്നുള്ളതാണ് അതിൻ്റെ സത്യം എന്നുള്ളതാണ്. സോ അതുകൊണ്ട് ഞാൻ ആ കളിയാക്കലുകളിലേക്ക് പോകുന്നില്ല. പക്ഷെ എന്നാലും ഈ മാച്ചിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ടൻസ് കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടെ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആൻഡ് എസ്പെഷ്യലി ഇന്റർ മയാമിയും PSG തമ്മിലുള്ള മത്സരം ഈ പറയുന്ന റയൽ മാഡ്രിഡ് ഫാൻസോ അല്ലെങ്കിൽ ആ പ്രത്യേക ഫാൻസോ ഒരിക്കലും മറന്നിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം സെക്കൻഡ് ഹാഫിലൊക്കെ ചുമ്മാ പ്രാക്ടീസ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞാണ് കളിയാക്കിക്കൊണ്ടിരുന്നത്. ഇതിനിപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞ് ന്യായീകരിക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ മാത്രമല്ല, വൺ ഓഫ് ദി എക്സ്പെൻസീവ് ടീമാണ് റയൽ മാഡ്രിഡ്. സാബി അലോൺസോനെ പോലത്തെ ഒരു കിടിലൻ കോച്ച് ഉണ്ട്. എന്നിട്ടും ഇതാണ് നിങ്ങളുടെ അവസ്ഥ എന്നുള്ളതാണ്. ഇന്റർ മയാമി 4 വാങ്ങിച്ചു, നിങ്ങളും 4 വാങ്ങിച്ചു എന്നുള്ളതാണ്. സമം ഇന്റർ മയാമി അറ്റ്ലീസ്റ്റ് ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് എങ്കിലും കാണിച്ചതുപോലെയാണ് പേഴ്സണലി എനിക്ക് തോന്നിയത് കേട്ടോ. ഇത് ആദ്യത്തെ 2 ഗോൾ കഴിഞ്ഞപ്പോൾ മുതൽ ഏതാണ്ട് ചതഞ്ഞെന്നുള്ളത് പോലെയാണ്. പിന്നെ അവസാനം കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒരു ചേഞ്ച് വരുത്തി എന്ന് നമ്മളെ ചിന്തിപ്പിച്ച് വരുത്തിയപ്പോഴേക്കും കടക്കണോ അടുത്ത ഗോളും കൂടെ, അതും റാമോസ് എന്നുള്ള പേരും വെച്ചുള്ള ഒരാളും കൂടെ ഗോൾ അടിച്ച്, അതും കൂടെ ആയപ്പോഴേക്കും തൃപ്തിയായി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും ഞാൻ ഇതിൻ്റെ ഒരു ഫാക്ട് പോലെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇരു ടീമിലെയും 2 സെൻറ്റർ ബാക്സ് പോകുന്നത് എങ്ങനെ ആ ടീം മാനേജ് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും ഈ മത്സരം ഉണ്ടാവുക എന്നുള്ളത്. എസ്പെഷ്യലി ജിനുസൈൻ എന്ന് പറയുന്ന റയൽ മാഡ്രിഡിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് CB തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പോയതിൻ്റെ പ്രശ്നം തന്നെയാണ് നമുക്ക് ഈ മത്സരത്തിലും കാണാൻ പറ്റിയെന്നുള്ളതാണ്. അസെൻസിയോ ഇറങ്ങുന്നു, അസെൻസിയോ ചെയ്തത് മുഴുവനും എന്താ പുള്ളി കാണിക്കണമെന്ന് പോലും മനസ്സിലാവുള്ളൂ. അജാതി ഫ്ലോപ്പ് കളിയായിരുന്നു. റൂഡിഗർ അതിനൊപ്പം കട്ടക്കി നീ കൊടുക്കുമെങ്കിൽ ഞാൻ 2 കൊടുക്കൂടാ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് പുള്ളി നിന്നിരുന്നത്. അതുകൊണ്ട് എന്തായാലും PSG സെമി ഫൈനൽ മാച്ച് അങ്ങനെ അത്ര കനത്ത മാച്ചായിട്ടൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തോന്നുന്നില്ല. ലൈറ്റായിട്ടുള്ളൊരു മത്സരമായിരുന്നു. ഈസി ആയിട്ട് PSG ജയിച്ച് കയറി എന്നുള്ളതാണ്. ഇനി എന്തായാലും ഫൈനലിൽ ആരായിരിക്കും, എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളത് നമുക്ക് കാത്തു തന്നെ ഇരിക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ യൂഷ്വലി ചെയ്യുന്ന പോലെ എഡിറ്റ് ഒന്നും ചെയ്തിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു റിയാക്ഷൻ പോലെ തന്നെ കടക്കട്ടെ എന്ന് വിചാരിച്ചു. താങ്ക്